നിലവിളി. മനുഷ്യജീവിതത്തിൽ നിസ്സഹായതയുടെ ശബ്ദമാണ് നിലവിളി. ആ നിലവിളി ദൈവത്തോടാണെങ്കിൽ അത് പ്രാർത്ഥനയാകും. അങ്ങനെ നിലവിളിയോടെ പ്രാർത്ഥിച്ച ഒരുവനുണ്ട്, പ്രവാചകനായ യോന. ഞാൻ എൻ്റെ കഷ്ടത നിമിത്തം യഹോവയോട് നിലവിളിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവിക നിർദ്ദേശങ്ങൾ ലംഘിച്ചോടിയ യോന ആ ദൈവത്തോട് നിലവിളിക്കുകയാണ്. തൻ്റെ ഒന്നുമില്ലായ്മയെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് ഈ നിലവിളി. ഈ നിലവിളി വെറും ഒരു കരച്ചിലല്ല, മറിച്ച് അതൊരു പ്രാർത്ഥനയായി മാറുകയാണ്. തൻ്റെ കുറവും ദൈവത്തിൻ്റെ നിറവും തിരിച്ചറിഞ്ഞപ്പോൾ ദൈവത്തിനോട് നിലവിളിയിലൂടെ അനുതാപ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയാണ് യോന. ദൈവത്തിൻ്റെ നിറവ് തിരിച്ചറിയുമ്പോൾ, ഞാൻ ആരുമല്ല, എൻ്റെ നിസ്സഹായത മനസ്സിലാക്കുമ്പോൾ പ്രാർത്ഥനയോടെ ദൈവത്തിന് മുൻപിൽ നിലവിളിയാകും. അവിടെ നമുക്ക് ദൈവം ഉത്തരം നൽകും. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാം വാക്യം. കർത്താവിൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഏവരുടെയും ജീവിതം ദൈവിക അനുഗ്രഹത്താൽ നിറയട്ടെ.